ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പോഡ്കാസ്റ്റുകൾ ഒന്നായിട്ടുള്ള സറോദയുടെ ഫൗണ്ടർ ആയിട്ടുള്ള നിഖിൽ കമ്മത്തിന്റെ WTF എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റിൽ റീസെന്റ് ആയിട്ട് US ടെക് ഓൺടർപ്രണർ ഇറങ്ങി പോകുന്ന വീഡിയോസ് നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയസിൽ കാണുന്നുണ്ട്. യെസ്, ആസ് എൻ ഇന്ത്യൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണത്. അതിനു മുൻപേ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റ്സ് ഈ പേജിൽ നിന്ന് കിട്ടുന്നതാണ്. സോ മറക്കാതെ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ആന്റി ഏജിംഗ് എക്സ്പെർട്ടും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായിട്ടുള്ള US ടെക് ഓൺടർപ്രണർ ബ്രയൻ ജോൺസൺ ഇന്ത്യയെ വളരെ മോശമായിട്ടുള്ള എയർ പൊല്യൂഷനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയിൽ വെറും 3 ദിവസം താമസിച്ചപ്പോൾ തന്നെ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു എന്നാണ് ബ്രയൻ ജോൺസൺ പറയുന്നത്. അതായത് മുംബൈയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് AQI എന്ന് പറയുന്ന 130 PM 2.5 ലെവൽ അറ്റ് 75 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം 3 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യം. ഇന്ത്യയിലെ ടയർ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, ഡൽഹി, ബാംഗ്ലൂരിൽ ലങ് ഡിസീസ് വരുന്ന സിഗരറ്റ് വലിക്കുന്നതിനുപരി അവിടെയുള്ള ബാഡ് എയർ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ എപ്പോഴോ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ഭാഗത്തുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇന്ത്യയെ ടോപ്പ് 5th എക്കണോമിയിൽ നിന്നും ഒന്നാമത്തിൽ എത്തിക്കാനുള്ള ഇമ്പോർട്ടൻസ് പോലെ തന്നെയല്ലേ നമ്മൾ ഈ ശ്വസിക്കുന്ന എയർ ക്വാളിറ്റി. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബ്രയൻ ജോൺസൺ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ നിഖിൽ കമ്മത്തിന്റെ പോഡ്കാസ്റ്റിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണോ ഇത്? കമന്റ്